നമസ്കാരം, BCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം ജില്ലയിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. തേക്കിൻകാട് മൈതാനത്തെ വിദ്യാർത്ഥി കോർണറിൽ രാവിലെ 9:02 മന്ത്രി OJ ജനീഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. തുടർന്ന് മാർച്ച് പാസ്റ്റും മന്ത്രിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശവും ഉണ്ടായിരുന്നു. തലപ്പള്ളി താലൂക്ക് ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം ആലത്തൂർ MP K രാധാകൃഷ്ണൻ പതാക ഉയർത്തി. സ്കൂളുകളുടെയും രാഷ്ട്രീയ സാംസ്കാരിക സമുദായ സംഘടനകളുടെയും നേതൃത്വത്തിൽ പതാക ഉയർത്തലും മധുരവിതരണവും നടന്നു. 3 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 11 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. പന്നിത്തടം നീണ്ടൂർ ദുബായ് റോഡിൽ അരങ്ങത്ത് പറമ്പിൽ 63 വയസ്സുള്ള ഇബ്രാഹിമിനെയാണ് പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് സുധീഷ് കുമാർ S ശിക്ഷിച്ചത്. അതിജീവിതയുടെ സഹോദരിക്കെതിരെ നടത്തിയ ലൈംഗിക അതിക്രമ കേസിൽ കോടതി നേരത്തെ പ്രതിയെ ശിക്ഷിച്ചിരുന്നു. മുള്ളൂർക്കര പ്രദേശത്ത് വീണ്ടും കാട്ടാന ഇറങ്ങി ജനവാസ മേഖലയിൽ ഭീതി വിതച്ചു. വെള്ളിയാഴ്ച രാത്രിയോടെയാണ് കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചത്. മുള്ളൂർക്കര വാഴക്കോട് വളവ് അത്താണിപ്പറമ്പിൽ മുസ്തഫയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന ഇറങ്ങിയത്. തെങ്ങ്, വാഴ തുടങ്ങിയ കാർഷിക വിളകൾ പൂർണ്ണമായും നശിപ്പിച്ച ആന കൃഷിയിടത്തിന്റെ മതിലും തകർത്തിട്ടുണ്ട്. തെങ്ങ് മുറിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ അയൽവാസിയെ വെട്ടുകത്തിക്കൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ വടക്കാഞ്ചേരി സ്വദേശിയായ ഭീരാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കരുതക്കാട് പൂവത്തിങ്കൽ വീട്ടിൽ സുൽഫിക്കറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.